നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ പുറകിൽ കുറച്ച് കാട് കയറിയായിരുന്നു പറമ്പില്. വാഴയൊക്കെ ഉണ്ടായിരുന്നു. വാഴയൊക്കെ നട്ടതിൻ്റെ അത് മൊത്തം കാട് കയറി. ഇപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ചെത്തിൽ തെളിച്ച് ആ സൈഡ് ആ സൈഡ് മൊത്തം തെളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആ കാണുന്ന ഒരു വരമ്പ് 1/2 സെന്റ് ഞാനാ കിളച്ച്. ബാക്കി ഇത് കാണുന്ന മൊത്തം അപ്പനും അമ്മയും കൂടെ കിളച്ചതാണ്. അപ്പം ഇത് അപ്പൻ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അതെ വെറുതെ ആണ് ക്യാമറ ഓണാക്കി പുല്ല് കൊടുത്തോണ്ട് പോവുക. ഇത്ര നേരം അവിടെ കിടന്നത് ആ സൈഡിൽ പുല്ലെടുത്ത് കളയാൻ പറഞ്ഞാൽ പറ്റാത്തവളാണ്. ക്യാമറ ഓണാക്കി പോയി പുല്ലും പുറത്തോണ്ട് പോവുക. അപ്പം അപ്പൻ്റെ വളം മുറച്ചാൽ കൊല്ലും. അപ്പം ഇന്നത്തെ മീൻ പരിപാടി എന്ന് വെച്ചാൽ ഇതേ ഇവിടെ കുറച്ച് വാഴയുണ്ട്. വാഴയുടെ ചുറ്റും കിളച്ച് അവിടെ വളം ഇടുകയാണ് ഇന്നത്തെ മെയിൻ പരിപാടി. എന്നാ കാട് കയറുക നമ്മൾ എന്നും നോക്കിയില്ലേലും കാണാം. ഉണ്ട് ഇവിടെ മൊത്തം തെളിച്ചായിരുന്നു. ഇവിടെ മൊത്തം തെളിച്ച് വീണ്ടും കാടായി. കൊലയുണ്ടോ? പണ്ടത്തെ വീട് നമുക്ക് ഇത്ര സ്ഥലമില്ലേ. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരുപാട് കൃഷി ചെയ്യണം. ഇപ്പൊ വന്നാൽ പിന്നെ ഭയങ്കര പണിയാ. എന്തൊക്കെയാ നട്ടു വെച്ചേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ട് കുറച്ച് ഏലം നട്ടു വെച്ച്. ഇനി ചായക്കകത്തിടാൻ ഏലം മേടിക്കണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഭയങ്കര പരിപാടി ഇവിടെ കേട്ടോ. കമോൺ മടുത്ത്. അപ്പൊ നമുക്ക് കുറച്ച് തൂമ്പ കൈമാറി ഒന്ന് കളച്ചു നോക്കാം. കഴിഞ്ഞ ദിവസം ഭയങ്കര മഴയായിരുന്നു. ഞങ്ങള് അകത്ത് നിന്ന് കാപ്പി കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് കേട്ട് ഞങ്ങൾ വന്ന് നോക്കുമ്പോഴേ ഈ മരം ഒടിഞ്ഞു ഇതിലോട്ട് വീണേ. ഞങ്ങൾ വിചാരിച്ച് ഇതിലോട്ട് വീണ ഭാഗ്യത്തിന് വീട്ടിലോട്ടൊന്നും വീണിട്ടില്ല. കറക്റ്റ് ഇതേ വന്ന് വീണ് തട്ടി താഴോട്ട് പോയി. ഇത് ഓടെല്ലാം പൊളിഞ്ഞു പോയി. ഭയങ്കര പരിപാടിയായിരുന്നു. പിന്നെ അന്ന് രാത്രി തന്നെ നിന്നെല്ലാം വെട്ടി സൈഡിൽ കൂട്ടി. പെരയിലോട്ട് വീണില്ല. ഇത് പിന്നെ വെട്ടിക്കാൻ നിന്ന് അവിടെ പിന്നെ ഒരു തെങ്ങ് നിൽപ്പുണ്ടാകും. തെങ്ങും കൂടെ വെട്ടിച്ച്. കഴിഞ്ഞ ദിവസം അച്ഛൻ അവിടെ മൊത്തം ജയൻചേട്ടനുണ്ട്. ജയൻചേട്ടനും കൂടെ കിളച്ച് അവിടെ മൊത്തം കപ്പ ഇട്ടായിരുന്നു. ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ കാണിച്ചു തരാവേ. അങ്ങോട്ടൊന്ന് ചെന്നോട്ടെ. കണ്ടോ ഇവിടെ മൊത്തം കപ്പ ഇട്ട്. ഞാൻ ചോദിച്ചു എന്തിനാ ഇനി മാത്രം കപ്പ ഇന്ന്. അപ്പം ഒന്നാമത്തെ കാര്യം കപ്പ കൊടുക്കത്തില്ല. ആരേലൊക്കെ വരുമ്പം അതെടുത്ത് പറിച്ചു കൊടുക്കുമല്ലോ. ഇവിടെ ഈ കഴിഞ്ഞിടയ്ക്കെന്ന് വെച്ചാൽ ഒരാഴ്ച ആയില്ലെന്നേ. ഒരാഴ്ചയായി ഇവിടെ ഇത്. അതെ ഔദ്യോഗിക കർഷകന്മാരാണ്. ഈ താണത്തെ കർഷകശ്രീ ഞങ്ങളുണ്ട്. ഞാൻ ഈ ഒരു സൈഡ് മൊത്തം വാഴ കൃഷി ചെയ്തേക്കുക. കൃഷി ചെയ്തേ നട്ടതേ ഉള്ളൂ. ഇനി ഇത് വളർന്നു വരണം. ഞാൻ പയ്യ വരുന്നു. ഇതാ പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് നമ്മളുണ്ടല്ലോ ഈ പൊന്നാങ്കണ്ണി ചീര നമ്മൾ കറി വെക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത്രേ ഉള്ള ഒരു തണ്ട് കുഴിച്ചു വെച്ചാൽ ഞാൻ അങ്ങനെ കുഴിച്ചു വെച്ചാണ്. ഇത് കണ്ടോ അങ്ങേറ്റം വരെ. നമ്മ ഒരു ചെടിയിൽ നിന്ന് തന്നെ എടുത്ത് വെച്ച് അത്ര അങ്ങോട്ട് ഉണ്ടായി. പിന്നെ ഈ കപ്പയല്ല. പിന്നെ ഇത് ഒരുതരം കാട്ടുപാവല. പണ്ടൊക്കെ അല്ലേ കാട്ടിലൊക്കെ ഉണ്ടാകുമായിരുന്നു. കഴിക്കാൻ പറ്റൂ. പിന്നെ കുഞ്ഞു പാവൊക്കെ ഉണ്ടാകുന്ന അത് ഞാനല്ല ചുമ്മാ ഈ കമ്പെല്ലാം വെച്ച് കൊടുത്തില്ല കയറ്റി. ഞങ്ങളുടെ ചുക്കുടുമണിയാണ്. എനിക്ക് ഇപ്പഴത്തിട്ട് അതിഥി. എത്ര ദിവസമായി ഈ കപ്പ കണ്ടിട്ട്? നമുക്കിവിടെ കുരുമുളക് ഉണ്ട്. 2 മാസമായി. അവിടെ ഇവിടെയൊക്കെ കുരുമുളക് മുറിച്ച് നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു വീടിന്റെ പുറകെ വലിയൊരു തെങ്ങ്. ആ തെങ്ങെന്ന് വെച്ചാൽ മൊത്തം ആ സൈഡിലോട്ടാണ് വീണിട്ടുന്നത്. ഇവിടുന്ന് ആ സൈഡിലോട്ട് ചെരിഞ്ഞ് ആ വീടിന്റെ മേളിലോട്ടായിരുന്നു കിടന്നത്. അപ്പം അത് കഴിഞ്ഞ ദിവസം ഒരാളെ വിളിച്ച് വെട്ടിച്ച്. ഇത് എന്നിട്ട് ഇവിടെ കുറച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് ചുമന്ന് ആ കന്നാലിക്കൊണ്ട് അങ്ങോട്ട് വെച്ച്. നല്ല പൊക്കത്തെ വാഴ. ഇത് ഞാൻ കൊലയൊന്നും എടുത്തല്ലോ നമ്മള്. ആ കൊല എടുത്ത വാഴ. എന്നതാ എന്നത്? കപ്പ. ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ മൊത്തം കാടായിരുന്നു. അതെ
ഇനിയിപ്പോ ഈ ഭാഗം തെളിക്കാനുണ്ട്. ഈ ഒരു തട്ട് തെളിക്കാനുണ്ട്. മഴ ആയതുകൊണ്ട് ബാക്കി എല്ലാം ഒന്ന് തെളിച്ചതിൻ്റെ അകത്ത് വീണ്ടും കാട് കയറിയത്. ഇവിടെ ഒന്ന് കാട് കയറിയായിരുന്നു, പിന്നെ വീണ്ടും തെളിച്ചതാ. അച്ചാച്ചൻ കപ്പയ്ക്ക് പുലി പറിച്ചു. അതെ, പുലി പറിച്ചതാ. ഇവിടെ കണ്ടോ, ഈ ഒരു വലിപ്പത്തിൽ ഇവിടെ മൊത്തം ഇതായിരുന്നു. പിന്നെ അപ്പം ആ വലിപ്പത്തിൽ ഇവിടെ മൊത്തം കാടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ചെത്തിയില്ലേ ഉണ്ടോ, അധ്വാനിയാ. ഇത് ആത്മാർത്ഥത കൂടിപ്പോയതിന്റെ പ്രശ്നം. എന്നതാ മൾബറിയാണ് ഇത്. നട്ടിട്ട് ഒരുപാടായതല്ലേ. നമ്മൾ നോക്കിയില്ല, വീടുമില്ല. അത് വെച്ചാൽ മൾബറിക്കായി ഉണ്ട്, ഏതോ രസം. ഇതിൻ്റെ അകത്ത് മൾബറിയോ? ഇതുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അവിടെ വീട്ടിലോട്ട് അത് വെട്ടി മൊത്തമൊന്നും ഇല്ല, പാതി അവിടെ കിടപ്പുണ്ട്, പാതി ഇവിടെ കൊണ്ട് അടുക്കിയിട്ട്. ഇവിടുത്തെ കാപ്പി ഇടാൻ പോയിട്ടുണ്ട്. എന്നാ നോക്കാം. പൊന്നാരിയേ, കാപ്പി എന്നാടി പിണങ്ങി പോയതാണ് കുറച്ച് മുമ്പേ. കോഴിക്കൃഷി കാണിക്കും. നമുക്ക് 13 കോഴിയുണ്ട്. ഇതിനെയൊക്കെ ആദ്യം ഒരു സെറ്റ് മേടിച്ചതാണ്. ഇതൊരെണ്ണം ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. ഇതിൽ 3 എണ്ണം ഉണ്ട്. ഇവൻ ജിമ്മൻ എന്നതിൻ്റെ പേര്. അത് ആദ്യം മേടിച്ച് വീട്ടുകാരിട്ട പേര് ജിമ്മെന്ന്. പിന്നെ ഭയങ്കര ഇവൻ ഇതുങ്ങളൊക്കെ കണ്ണു കുത്തിപ്പറിച്ചെന്ന്. പിന്നെ 2 പിട കൊടുത്തപ്പോൾ അത് ശരിയായി. ഒരെണ്ണത്തിൻ്റെ കണ്ണു പോയായിരുന്നു. പിന്നെ ഇതമ്മ ഈ ഇടയ്ക്ക് ഇവിടുന്ന് വഴിയെ ഒരു ചേട്ടൻ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച് ഇത് മേടിച്ചപ്പോൾ അതിന് എന്താണ്ട് അസുഖം പോലെ ആയിരുന്നു. അങ്ങനെ 2 എണ്ണമൊക്കെ ചത്തുപോയായിരുന്നു. ഇത് ബാക്കിയുള്ള ഈ കാണുന്നു കണ്ടോ, സുന്ദരന്മാർ കണ്ടോ. ഇതിൻ്റെയൊക്കെ കണ്ണ് ഇവൻ കൊത്തിപ്പറിക്കുന്നു, ജിമ്മെന്ന് പറഞ്ഞവൻ. ഇനി അവനെന്തേലും ചെയ്യണം, മിക്കവാറും എന്നെ ചട്ടിയിലാക്കേണ്ടി വരും. അത്രയൊക്കെയാണ് നമ്മുടെ കോഴി കൃഷി. നമ്മൾ തിരിച്ച് വന്നിടത്തോട്ട് തന്നെ പോവാം. ഇനിയുണ്ട് എന്നൊക്കെ മാറിയില്ലെന്തോ. വന്നിടത്തോട്ട് തന്നെ പോവുക. വന്നിടത്തോന്ന് വെച്ചാൽ ആദ്യം കിളച്ചില്ലേ, അത് വീണ്ടും പുറകെ കിളച്ചെന്ന് പറഞ്ഞു അങ്ങോട്ട് തന്നെ പോവുക. ഇത് ഇത്തിരി താന്നായിട്ട് തല തട്ടാതെ വരണം. അപ്പം ഇപ്പോഴും കിള നിർത്തിയിട്ടില്ല, ഇപ്പോഴും കിളയ്ക്കുക. അപ്പം എന്നാ പറയാനുള്ളത്? ശരിയാതെ കാര്യം പറ. എന്തിനാ ഇരിക്കുന്നത്? ഒരു മകനപ്പം പ്രോത്സാഹനമാണ്. നമ്മുടെ ബ്ലോഗ് 1K അടിക്കും. ഇതവള് പുച്ഛിച്ച ഒരുത്തി പുച്ഛിച്ച 1K അടിക്കുമെന്ന് പറയുമ്പോൾ ഒരുത്തി പുച്ഛിച്ച. എന്നാടി പറഞ്ഞേ? നാണോന്നൊക്കെ. അമ്മച്ചി 1 പരിപാടികൾ. വലിയ പ്രതീക്ഷിച്ച അമ്മ ഇപ്പോൾ ഒരു കപ്പത്തന്നെ കൊത്തിപ്പറിച്ചതാ. ഒരു നേരം വേവിക്കാനുള്ള കിട്ടി. നട്ടാ കൊള്ളത്തില്ലല്ലോ, ചെറിയ കമ്പല്ലേ. ഇതൊക്കെ ആര് നടി നീ കാട്ടിക്കൊണ്ട്? ഇത് കാട്ടുകപ്പയെന്ന് പറയാം അല്ലേ അമ്മ? കാട്ടുകപ്പയല്ല, അല്ല കാട് പിടിച്ചെടുത്തല്ലേ കപ്പ വളർന്ന്. ഉണ്ടോ, ഞാൻ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. എനിക്ക് എന്തരീ നമ്മളിവിടെ മേടിക്കുന്നതിന് മുമ്പ് ഇവിടെ മൊത്തം റബ്ബറായിരുന്നു.
അപ്പോൾ ആ റബ്ബർ ഉണ്ടായിരുന്നപ്പം ഇവിടെ ആയിരുന്നു മറ്റേ മിഷിമ്പര, ഇവിടെ ആയിരുന്നു റബ്ബർ അടിച്ച് ഉണക്കി എടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ പുരാതനമായിട്ട് ഒരുപാട് സാധനമുണ്ട്. ഇതേ 2 കന്നാലിപ്പരയുണ്ട്, ഒരെണ്ണം പൊളിഞ്ഞ് വീഴാറായി. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഈ മരം വന്ന് വീണ് ശേഷിപ്പം ഇതൊക്കെ കിളിങ്ങിയത്. കുറേ നേരമായിട്ട് ഞാൻ മരം എന്ന് മാത്രമേ പറയുന്നത്. ആ കാണുന്ന ഹെൽത്ത് സെൻ്റർ കേട്ടോ, ഹെൽത്ത് സെൻ്ററിൻ്റെ തൊട്ട് പുറകെ. അതെ, ലൊക്കേഷൻ ഞങ്ങൾ പറയാം, മുരിക്കുമേൽ ഹെൽത്ത് സെൻ്റർ. ബ്ലോഗ് കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലേ ഇങ്ങോട്ടൊന്നും വരില്ലേ. അപ്പം ഇപ്പം അടുത്ത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നതായിരുന്നു? അടുത്ത് ചീനി നടാൻ പോകും. എവിടെ? ഇവിടെ അമ്മ ഇത് വെക്കാന്ന് പറഞ്ഞല്ലേ. നമ്മൾ തിരിച്ച് കോഴിക്കോട് അവിടെ വന്നേക്കും. അമ്മ എന്താണ്ട് എന്നായിരുന്നു അമ്മ? ചീനി നടാന്നല്ലേ പറഞ്ഞേ? ഇതല്ലേ? ഇത് വെള്ളക്കാന്താരിയാണേ. ഈ വെള്ളക്കാന്താരി ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഒരെണ്ണം മതി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന്. കേട്ടോ, ഇങ്ങനെ പഴുത്ത മുളക് ഒരെണ്ണം ഞാൻ കുഴിച്ചിട്ടതാണ്. ഇത് കേട്ടോ, ഇതിൻ്റെ ചുവട്ടിലെല്ലാം ഈ തൈ നിൽക്കുന്നേ. അതുപോലെ ഇത് 5-8 ഇത് ഈ മുളക് തന്നെ പാകിയതാണ്. നമ്മുടെ വീട്ടിലോട്ട് ഒരു മുളകും പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒറ്റ ചീനി മതി. ഇതിനുണ്ടല്ലോ പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിലൊഴിക്കുന്നത്. കഞ്ഞിവെള്ളം പുളിപ്പിച്ച് മുട്ടത്തോടും പിന്നെ പഴത്തൊലിയില്ലേ, പഴത്തൊലിയൊക്കെ ഇട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഇച്ചിരി ഏറെ വെള്ളവും കൂടി കൂട്ടി ഒഴിച്ചാൽ മതി. ഇതേലും തളിച്ച് വിട്ടാൽ മതി. ഇതുണ്ടോ, ഒറ്റ ഒരു ഇലയ്ക്ക് കേടോ ഒന്നും വരില്ല. പിന്നെ ഇതുപോലത്തെ പ്രാണിയൊക്കെ വരും, അതിനെ നമ്മൾ എടുത്ത് വിട്ടാൽ മതി. ഒന്നേ എടുത്ത് കൊന്നു കളയുകയോ വിടുകയോ ചെയ്താൽ മതി. ഉണ്ടോ, ഒറ്റ ഇലയ്ക്ക് പോലും കേടില്ല. ഇങ്ങനെ പഴുത്ത ഒരെണ്ണം വെച്ചാൽ മതി. ഒരൊറ്റ ചീനി മതി, ഒരൊറ്റ പച്ചമുളക് മേടിക്കേണ്ടി വരത്തില്ല. അതുപോലെ നല്ലപോലെ ഉണ്ടാവും അത്. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു സെറ്റ് കപ്പയിട്ട് മൊത്തം പറിച്ചത് ഇവിടെ മൊത്തം ഈ ഒരു 2 ആഴ്ച മുമ്പ് ഇവിടെയും തെളിച്ചാൽ വീണ്ടും കാടായി. തെളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, വീണ്ടും കാടാം. ഇത് ആ കൂട്ടത്തിൽ തന്നെ ഇട്ട കപ്പയാണ് അവിടെ കാണുന്നത്. അവിടെ നമുക്ക് അടുത്ത ദിവസം വരാം. ഇന്ന് സമയത്തിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതെടുത്ത് നമ്മൾ പച്ചമുളക് വെക്കുന്നവരെല്ലാം ഉണ്ടല്ലോ, കാന്താരിയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരെണ്ണം പഴുത്തത് പറിച്ചുകൊണ്ട് വന്നിട്ട് പയ്യെ ഒന്ന് നല്ലപോലെ അതിൻ്റെ പുറത്ത് ഇത് കളയുന്ന രീതി കഴുകിയിട്ട് പാകിയാൽ മതി. ചുമ്മാ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടി ഇട്ട് ചുമ്മാ നട്ടാൽ മതി. അത് നമുക്ക് ഒരെണ്ണം വെച്ചാൽ മതി. കണ്ടോ, ഒറ്റ ഒരു പൂ പോലും പോകുകയല്ല ഇതിൻ്റെ അകത്ത്. കഞ്ഞിവെള്ളം ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചോട്ടിലായിരുന്നു നമുക്ക് എന്നും കഞ്ഞിവെള്ളമൊക്കെ ഉള്ള സാധനമല്ലേ, കഞ്ഞിവെള്ളമോ പിന്നെ ഉള്ളിത്തൊലിയോ പഴത്തൊലിയോ ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ കൊടുത്താൽ മതി. എല്ലാ സാധനവും നമ്മൾ ഉണ്ടാവും. കുമ്പളങ്ങ പിന്നെ കാടാ മീൻ വിഷയം. എത്ര തെളിച്ചാലും വീണ്ടും നമുക്കിത് അവിടെ കൊണ്ട് വെക്കുന്നിടത്ത് കാണാം. നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ. ഇനി ഇന്ന് നടണ്ട, നാളെ നടണം, നാളത്തേക്കും കണ്ടിന്യൂ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡെയിലി ബ്ലോഗ് സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ബ്ലോഗ് അപ്പം കാണുന്ന എല്ലാവരും നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക. അല്ലേ അല്ലേ? 40 പേരെങ്ങാണ്ട് കുറേ നാളായി. അതെ അമ്മ 40 പേരൊക്കെ ഒരു തുടക്കമല്ലേ അല്ലേ? ഇതാണ്. അപ്പോൾ എല്ലാവരും കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്ക് തന്നാൽ നമുക്കൊരു പ്രചോദനമാണ് നാളത്തേക്ക് വീഡിയോയ്ക്ക്. ശരി, ബൈ.